കേൾക്കാമോ? ഹലോ, ഹായ്, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. എന്താണ് ആൻഡ്രിയ, ഇന്ന് ലോകകപ്പിന്റെ അവസാന ദിവസം, എന്താ പ്രതീക്ഷ? ഹലോ. ഓ, കേൾക്കാം ആൻഡ്രിയ, കേൾക്കാമോ? എന്നെ കേൾക്കാമോ? കേൾക്കാം. കേൾക്കാം. ഓക്കെ, എന്താ ഇന്നിപ്പോ ആരാ കപ്പെടുക്കാൻ പോണേ? എന്താ ആൻഡ്രിയയുടെ പ്രതീക്ഷ? സ്പെയിൻ കപ്പെടുക്കും. യമാല്. ഓക്കെ, യമാല് കപ്പെടുക്കുമെന്ന് പറയാനുള്ള കാര്യം എന്താ? യമാല് അടിപൊളിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടാ. ഓക്കെ, ആൻഡ്രിയ പഠിക്കുവാണോ? സ്കൂളിലാണോ? സ്കൂളിലാണ് പഠിക്കണേ. നാളെ സ്കൂളിൽ പോണ്ടല്ലോ, അപ്പൊ ഇന്ന് മുഴുവൻ മത്സരം കാണില്ലേ? ഞാൻ ഫുൾ മത്സരം കാണും. ഓക്കെ, വീട്ടിലെല്ലാരും സ്പെയിന്റെ ആരാധകരാണോ? അല്ല, വീട്ടുകാർ ഫുൾ അർജന്റീന, ഞാൻ മാത്രമേ സ്പെയിനുള്ളൂ. ഓ നോ. വീട്ടുകാരോട് കടുത്ത. ഓക്കെ, അപ്പം ചില സമയത്തൊക്കെ ഒറ്റപ്പെടാറുണ്ടോ? കാരണം അർജന്റീന ഫാൻസ് കുറച്ചധികം കൂടുതലായതുകൊണ്ട്. എല്ലാവരും എന്റെ ഫ്രണ്ട്സൊക്കെ അർജന്റീന, അവരൊക്കെ എന്നെ കളിയാക്കും എന്താ തോറ്റ് കഴിഞ്ഞാൽ. ഓക്കെ ആൻഡ്രീന, അപ്പോ ആൻഡ്രീനയുടെ ആഗ്രഹം പോലെ നടക്കട്ടെ, സ്പെയിൻ കപ്പ് തൂക്കട്ടെ. ഓക്കേടാ, ശരി, താങ്ക്സ് ഫോർ കോളിംഗ്. അപ്പം നമ്മുടെ ഈ യാത്രയുടെ ഭാഗമാകാൻ ഒരാൾ കൂടിയുണ്ട്, നമ്മുടെ ആഷിർ. എറണാകുളത്ത് നിന്നാണ് എനിക്ക് മലപ്പുറം. ഓക്കെ. ആഷിർ, കേൾക്കാമെങ്കിൽ ഇന്ന് എന്താണ് പ്രതീക്ഷ? മലപ്പുറം തിരൂരിൽ നിന്നാണ്. ഓക്കെ, ആഷിറെ പറഞ്ഞോ, എന്താ പ്രതീക്ഷ ഇന്ന്? ആഷിർ, അവിടെ ടിവിയുടെ ഒച്ച ഒന്ന് കുറയ്ക്കോ, അതുകൊണ്ടാണ് കേൾക്കാൻ പറ്റാത്ത. ഉറപ്പാണ്. ഒന്നുകൂടെ പറയോ? അർജന്റീന അന്ന് 3 ഗോൾ സ്കോർ ചെയ്യും. അതിൽ 2 ഗോൾ മെസ്സി തന്നെ സ്കോർ ചെയ്യും. തീർച്ചയായും മെസ്സി ഗോൾഡൻ ബൂട്ട് അടിക്കണം എന്ന് ഒരുപാട് ആഗ്രഹമുള്ള ഒരു ആരാധകനാണ് ആഷിർ. എന്തായാലും നമ്മൾ ഈ പറഞ്ഞതുപോലെ മെസ്സി എംബാപ്പെ പോരാട്ടമാണ് സത്യത്തിൽ നമ്മൾ ഈ ലോകകപ്പ് തുടങ്ങിയത് മുതൽ കണ്ടുകൊണ്ടിരിക്കും. ഒരുപക്ഷെ ഈ ലോകകപ്പിന്റെ ഏറ്റവും ആവേശകരമായ കാര്യം ഇത്രയും താരങ്ങൾ ഗോളടിച്ചു കൂട്ടുന്ന ഒരു ലോകകപ്പ് ഒരിക്കലും. ഞാൻ ഇന്ന് രാവിലെ ഹലോ മലയാളത്തിലും പറഞ്ഞായിരുന്നു, രജേഷ് സുരേന്ദ്രനോട് എപ്പോഴും ഞാൻ ചോദിക്കാറുണ്ട്, പ്രത്യേകിച്ച് ഫ്രാൻസിന്റെ കളിയൊക്കെ നടക്കുമ്പോൾ ഇന്ന് എംബാപ്പെ ഒരു 5 ഗോളൊക്കെ അടിക്കും. അപ്പൊ രജേഷ് സുരേന്ദ്രൻ എപ്പോഴും എന്നെ താഴ്ത്തി വിടുന്ന ഒരു കാര്യം, ഇത് ക്രിക്കറ്റ് അല്ല, ഫുട്ബോൾ ആണ്. സാധാരണ രീതിയിൽ ഒരിക്കലും പ്രതീക്ഷ. ഏറ്റവും രസകരമായ മറ്റൊരു കാര്യം പറയാം, ഞങ്ങൾ ഇപ്പോ 5000-ത്തിനടുത്ത് വിജയികൾ മാത്രം നമ്മുടെ സോക്കർ കാല പ്രവചന മത്സരത്തിന്റെ ഭാഗമായി ഇതുവരെ ഉണ്ടായി. വിജയികൾ മാത്രം. ഓരോ ദിവസവും ആയിരക്കണക്കിന് ആളുകൾ മെസ്സേജുകൾ അയക്കുന്നു. ഇന്നത്തെ മെസ്സേജിൽ ഞങ്ങൾ പരിശോധിച്ചപ്പോൾ ഒരാൾ പോലും ഈ 6-4 predict ചെയ്തിട്ടില്ല. അത്രമാത്രം ആളുകളാണ്. ഇത് ഒരു തരത്തിലും എന്താണ് സംഭവിക്കുന്നത് എന്ന് ആദ്യഘട്ടത്തിൽ ഫ്രാൻസിന്റെ ഗോൾ കീപ്പർക്ക് മനസ്സിലായിട്ടില്ല. ആദ്യ പകുതിയിൽ 4 എണ്ണം വന്ന് കയറുമ്പോൾ മനസ്സിലായിട്ടില്ല.